السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, വിശുദ്ധ റമദാനിന്റെ ഭൂരിഭാഗം ദിനങ്ങളും പിന്നിട്ട് അതിന്റെ അവസാന ദിനങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ വിശുദ്ധ റമദാൻ ഒരിക്കൽ കൂടി നമ്മോട് വിട പറയുകയായി. ഈ സന്ദർഭത്തിൽ റമദാനിന്റെ അവസാനത്തോടെ നാം നിർവഹിക്കേണ്ട മഹത്തായ ഒരു ഇബാദത്ത് അഥവാ സകാത്തുൽ ഫിത്ർ, അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില മസ്അലകൾ നമ്മുടെ ശ്രോതാക്കളെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഈ വോയിസ് ഞാൻ തയ്യാർ ചെയ്തയക്കുന്നത്. നമ്മുടെ സൗദിയിലുള്ള ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജുനൈദ് തയ്യാറാക്കിയിട്ടുള്ള അൽ അഹ്കാമുൽ ഫിഖ്ഹിയ്യ അൽ ഖാസത്തു ബി സകാത്തുൽ ഫിത്ർ എന്ന അദ്ദേഹത്തിന്റെ ഖുത്ബ മക്തൂബ അതിനവലംബമാക്കിയാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ഇതിൽ 10 മസ്അലകളാണ് ഷെയ്ഖ് അവറുകൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തേത് സകാത്തുൽ ഫിത്ർ നമ്മൾക്ക് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് എന്ന വിഷയം. പുരുഷനാകട്ടെ, സ്ത്രീയാകട്ടെ, ചെറിയവരാകട്ടെ, വലിയവരാകട്ടെ, എല്ലാവർക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ, അള്ളാഹുവിന്റെ റസൂൽ സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കി. സാഅൻ മിൻ തംജിൻ ഔ സാഅൻ മിൻ ശഈരിൻ, ഒരു സാഅ ബാർലി അല്ലെങ്കിൽ ഒരു സാഅ തംറ്, അത് അവിടുത്തെ പ്രധാന ഭക്ഷ്യധാന്യങ്ങളായിരുന്നു, ഭക്ഷ്യവസ്തുക്കളായിരുന്നു. അലൽ അബ്ദി വൽ ഹുർരി വദ്ദകരി വൽ ഉൻസ, അടിമക്കും സ്വതന്ത്രനും അതുപോലെ ആണിനും പെണ്ണിനും, വസ്സഗീരി വൽ കബീരി മിനൽ മുസ്ലിം, മുസ്ലിമീങ്ങളിൽപ്പെട്ട ചെറിയവരാകട്ടെ വലിയവരാകട്ടെ എല്ലാവർക്കും. അത് നമസ്കാരത്തിന് വേണ്ടി, പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി ജനങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ കൊടുക്കണം എന്നും അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി. ഈ വിഷയത്തിൽ ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. മുൻഗാമികളും പിൻഗാമികളുമായ എല്ലാ ഫുഖഹാക്കളും ഇത് വുജൂബാണ്, നിർബന്ധമാണ് എന്ന കാര്യത്തിൽ യോജിച്ചിട്ടുണ്ട്. ഇനി തർക്കമുള്ള ചില സംഗതികൾ, എല്ലാവർക്കും നിർബന്ധമാണെന്ന് പറയുമ്പോൾ ഗർഭത്തിലിരിക്കുന്ന ശിശുവിന് കൊടുക്കേണ്ടതുണ്ടോ? ഒരാൾ പൂർണ്ണ ഗർഭിണിയായിട്ടുണ്ട്, ഇന്നോ നാളെയോ പ്രസവിക്കാം, പക്ഷെ പ്രസവിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് സക്കാത്ത് നിർബന്ധമില്ല. ആ കുട്ടിയുടെ പേരിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഗർഭസ്ഥ ശിശുവിന്റെ പേരിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല. എന്നാൽ കൊടുക്കുന്നതിൽ തെറ്റില്ല. കാരണം ചില സലഫുകൾ അങ്ങനെ ചെയ്തിരുന്നു. അബൂ ഖിലാബ റഹ്മഹുല്ല എന്ന താബിഈ പണ്ഡിതൻ അങ്ങനെ ചെയ്തതായി ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ വിഷയം, ഒരു ബുദ്ധിഭ്രമം ബാധിച്ച, ഭ്രാന്തുള്ള ഒരു മാനസിക രോഗി വീട്ടിലുണ്ട്. അയാൾക്ക് മറ്റ് ഇബാദത്തുകളൊന്നും നിർബന്ധമില്ലല്ലോ, എന്നാൽ അയാൾക്ക് വേണ്ടിയും സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടതുണ്ടോ? കൊടുക്കേണ്ടതുണ്ടെന്നാണ് ഷെയ്ഖ് അവറുകൾ ഇതിൽ പറയുന്നത്. കാരണം അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീന, ഓരോ മുസ്ലിമിന്റെ മേലും ബാധ്യതയുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ ഫറളാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള ഹദീസിലുള്ളത്. അതുകൊണ്ട് തന്നെ 4 മദ്ഹബിലും ലാഹിരിയ വിഭാഗത്തിലും എല്ലാവരും പറയുന്നത് മജ്നൂനിന്റെ മേലും അഥവാ ഭ്രാന്തനും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്നാണ്. വീട്ട് ഉടമസ്ഥൻ തന്റെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയും കൊടുക്കുമ്പോൾ ആ മാനസിക രോഗിയെയും എണ്ണി അദ്ദേഹത്തിനുള്ളതും കൊടുക്കണം. ഇനി ആരൊക്കെയാണ് കൊടുക്കേണ്ടത്? പണക്കാർ മാത്രം കൊടുക്കേണ്ട നിർബന്ധ സക്കാത്ത് പോലെയുള്ള സക്കാത്താണോ ഇത്? അല്ല. പാവപ്പെട്ടവനും അവൻ തനിക്കും തന്റെ കുടുംബത്തിനും പെരുന്നാൾ ദിവസവും രാവും പകലും കഴിഞ്ഞുകൂടാനുള്ള ഭക്ഷണത്തിനുള്ള വകയുണ്ടെങ്കിൽ, അത് കഴിഞ്ഞ് മിച്ചമുണ്ടെങ്കിൽ അവർ കൊടുക്കണം. അതേസമയം ഒരു ഫഖീർ, അയാളെ കയ്യിലൊന്നുമില്ല, എന്നാൽ അയാൾക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ല. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെരുന്നാൾ രാവും പകലും തനിക്കും തന്റെ ആശ്രിതർക്കും ആവശ്യമുള്ള, അതിന് ചെലവിനുള്ള ഭക്ഷണത്തിനുള്ള വകയുണ്ടെങ്കിൽ അത് കഴിച്ച് മിച്ചമുള്ള എല്ലാവരുടെ മേലും സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൊടുക്കുന്ന ആള് തന്നെ വാങ്ങുന്ന അവസ്ഥയും ഈ സക്കാത്തിൽ ഉണ്ടാവാം. 5ാമത്തെ വിഷയം, എന്താണ് കൊടുക്കേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടത്? നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഓരോ നാട്ടിലുമുള്ള പ്രധാന ആഹാര സാധനം എന്താണോ അതാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഭക്ഷ്യവസ്തുവായി ഉപയോഗിക്കുന്നത് അരിയാണ് പ്രധാനമായും. അതുകൊണ്ട് നമ്മൾ അരിയാണ് കൊടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഒരു സാഇ ഭക്ഷണ സാധനം കൊടുക്കണം എന്നാണ്.
തമ്രും ഷഈറും ഒക്കെ, കാരക്കയും ബാർലിയും ഒക്കെ അന്നത്തെ ഭക്ഷണ സാധനമാണ്. ഇനി ഉണക്കമുന്തിരിയോ ഗോതമ്പോ അല്ലെങ്കിൽ പയറോ ഫൂലോ എന്താണ് അവിടുത്തെ ഭക്ഷ്യധാന്യമെങ്കിൽ അതാണ് കൊടുക്കേണ്ടത്. അവിടെ പൈസ കൊടുത്തിട്ട് കാര്യമല്ല. ആ കാര്യം പ്രത്യേകം തന്നെ അടുത്ത മസ്അലയായിട്ട് ശൈഖ് അവറുകള് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി കൊടുക്കേണ്ട അളവ് എത്രയാണ്? ഒരു സാഇ എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതിനു മുമ്പും ശേഷവും ഒക്കെ അറിയപ്പെട്ട ഒരു അളവാണ്. അത് ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ആ സാഇന്റെ പാത്രം തലമുറയായി കൈമാറ്റം ചെയ്യപ്പെട്ട് സനദ് സഹിതം മക്കയിലും മദീനയിലും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് സനദ് സഹിതം കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ അതിന്റെ അതേ അളവിൽ ഒരു പാത്രം ഉണ്ടാക്കിയാൽ അതിൽ കൊടുക്കുന്നതായിരിക്കും വളരെ കൃത്യമാകാൻ നല്ലത്. അതേസമയത്ത് മെട്രിക് തൂക്കവുമായി അതിനെ തുലനം ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞു 2 കിലോയും അല്പം അധികമുള്ളൂ, ഇത് റൗണ്ട് ചെയ്യുമ്പോൾ 2 തന്നെ. വേറെ ചിലർ പറഞ്ഞു 2 മുതൽ 2 കിലോന് പുറമെ 300-400 ഗ്രാം വരും. അതുകൊണ്ട് സൂക്ഷ്മതക്ക് വേണ്ടി 2.5 കിലോ കൊടുക്കണം. സൂക്ഷ്മതക്ക് നല്ലത് അത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മൾ 2.5 കിലോ അരിയാണ് ഒരാൾക്ക് വേണ്ടി വീട്ടിൽ നിന്നും കൊടുക്കേണ്ടത്. കിലോ ആയിട്ട് കൊടുക്കുമ്പോൾ അല്ല, സാഇന്റെ പാത്രം കൈവശമുള്ളവർക്ക് അതിൽ ഒരു സാഇ അളന്ന് കൊടുക്കാവുന്നതാണ്. ഇനി എപ്പോഴാണ് കൊടുക്കേണ്ടത്? അത് അഫ്ളലു വഖത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പെരുന്നാൾ ദിവസം സുബഹി ബാങ്ക് വിളിച്ചത് മുതൽ അഥവാ പ്രഭാതം ഉദിച്ചത് മുതൽ സൂര്യൻ ജനങ്ങൾ പെരുന്നാൾ നമസ്കാരത്തിന് ഈദ്ഗാഹിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കൊടുക്കുക. അതാണ് അതിന്റെ അഫ്ളലായ സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബിഹാ അൻ തുഅദ്ദ ഖബ്ല ഖുറൂജി الناس ഇല الصلاة, ജനങ്ങൾ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പായി അത് കൊടുക്കേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്ന ഹദീസാണ് അതിനുള്ള അടിസ്ഥാനം. അഫ്ളലായ സമയം അതാണെങ്കിലും 1-2 ദിവസം മുമ്പ് ശേഖരിക്കുന്നതിനോ വിതരണം ചെയ്യുന്നതിനോ കുഴപ്പമില്ല. താബിഈയായ നാഫിഅ് റഹിമഹുല്ലാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ, അദ്ദേഹം പറയാണ്, വകാനു യുഅതൂന ഖബ്ല അൽ ഫിത്രി ബിയൗമിൻ ഔ യൗമൈനി, ഈദുൽ ഫിത്റിന്റെ 1-2 ദിവസം മുമ്പ് സഹാബികൾ സകാത്തുൽ ഫിത്ർ കൊടുക്കുമായിരുന്നു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ശിഷ്യനായ നാഫിഅ് ഉദ്ധരിക്കുന്നു. അതേസമയം പണ്ഡിതന്മാരൊക്കെ ഏറ്റവും നല്ല സമയമായി കണ്ടിരുന്നത് ഇമാം മാലിക് തന്റെ മുവത്തയിൽ ഉദ്ധരിക്കുന്നുണ്ട്, അന്നഹു റഅ അഹ്ലൽ ഇൽമി യസ്തഹിബ്ബൂന അൻ യുഖ്രിജു സകാത്തൽ ഫിത്ർ ഇദാ തലഅ അൽ ഫജ്ർ മിൻ യൗമിൽ ഫിത്ർ ഖബ്ല അൻ യഗ്ദു ഇലൽ മുസല്ല. അറിവുള്ള ആളുകൾ സകാത്തുൽ ഫിത്ർ കൊടുക്കുന്നതിന് അവർ അഭിപ്രായപ്പെട്ടിരുന്നത്, ഏറ്റവും ഉത്തമമായ സമയമായി കണ്ടിരുന്നത് പെരുന്നാൾ ദിവസം പ്രഭാതം ഉദിച്ചത് മുതൽ ആളുകൾ മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പാണ്. ഇത് സമയം പ്രത്യേകിച്ച് പറയാൻ കാരണം, നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ കൊടുത്താൽ മാത്രമേ അത് സകാത്തായി പരിഗണിക്കപ്പെടുകയുള്ളൂ. മൻ അദ്ദാഹ ഖബല സ്വലാത്തി ഫഹിയ സകാത്തും മഖ്ബൂല. എന്നാൽ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കൊടുത്തതെങ്കിലോ വമൻ അദ്ദാഹ ബഅദ സ്വലാ ഫഹിയ സദഖത്തും മിന സദഖാത്ത്, കേവലം ഒരു ധർമ്മം മാത്രമേ, ദാനം മാത്രമേ ആവുകയുള്ളൂ, ഫിത്ർ സകാത്ത് ആവുകയില്ല. അപ്പൊ കരുതിക്കൂട്ടി ഒരാള് അത് പിന്തിക്കുകയാണെങ്കിൽ അയാൾക്ക് അതിന്റെ കൂലി തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് സമയത്തിന്റെ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. ഇനി ഒരാൾ മറന്നുകൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ശർഈയായ ഒരു ഉദ്റുണ്ടായി, പെരുന്നാളിന്റെ രാവും അന്ന് പകലും അയാൾ നീണ്ട യാത്രയിലായി, അയാളുടെ കയ്യിൽ കൊടുക്കാവുന്ന ഭക്ഷ്യവസ്തുക്കളൊന്നുമില്ല, വാങ്ങാവുന്ന ആളുകളെ കണ്ടെത്തിയതുമില്ല, അല്ലെങ്കിൽ അയാൾ വിചാരിച്ചു കുടുംബങ്ങൾ കൊടുത്തു കാണുന്നു, കുടുംബങ്ങൾ വിചാരിച്ചു അദ്ദേഹം കൊടുത്തു കാണുന്നു, അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളോ മറ്റോ ഉണ്ടായി അങ്ങനെ ഒരാൾക്ക് കൊടുക്കാൻ സാധിക്കാതെ വന്നാൽ അയാൾക്ക് തൊട്ടടുത്ത് സാധിക്കുന്ന സമയം ഏതാണോ അപ്പോൾ കൊടുത്താൽ മതി എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി 7ാമത്തെ മസ്അല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഗൾഫിലുമൊക്കെ പണമായി കൊടുക്കുകയും പണമായി വിതരണം ചെയ്യുകയും ചെയ്യുന്ന രീതി കാണാൻ സാധിക്കും. എന്നാൽ ശരിയായത് ഭക്ഷ്യധാന്യം തന്നെ കൊടുക്കണം എന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അങ്ങനെയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതൊരു ഇബാദത്താണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാണിച്ചെന്നു സഹാബത്ത് എന്ത് കാണിച്ചു എന്നതാണ് നാം സ്വീകരിക്കേണ്ടത്. ദീനാറും ദിർഹമും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് പഠിപ്പിച്ചതും ഫർളാക്കിയതും നമ്മൾ കണ്ടു, ത്വആം ഭക്ഷണ സാധനമാണ്, ഭക്ഷണ സാധനത്തിന് വില കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടില്ല. സഹാബികളെ സംബന്ധിച്ച് റിവായത്ത് വന്നിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്.
കുന്നാ നുഖ്രിജു സകാത്തൽ ഫിത്രി സാഅം മിൻ തആം, ഞങ്ങൾ ഫിത്ർ സകാത്തായി കൊടുത്തിരുന്നത് ഒരു സാഇ ഭക്ഷണ സാധനമാണ്. ഔ സാഅം മിൻ ശഈർ, അല്ലെങ്കിൽ ബാർലി, ഔ സാഅം മിൻ തംർ, അല്ലെങ്കിൽ ഈ കാരക്ക, ഔ സാഅം മിൻ അഖീത്ത്, അല്ലെങ്കിൽ പാൽക്കട്ടി, ഔ സാഅം മിൻ അല്ലെങ്കിൽ ഉണക്കമുന്തിരി. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് പറഞ്ഞു, ഭക്ഷണ സാധനം കൊടുത്താലേ അത് സകാത്തിന് മതിയാവുകയുള്ളൂ. അത് അല്ലാത്തത് കൊടുത്താൽ, അതിന് പകരം നാണയം കൊടുത്താൽ, പൈസ കൊടുത്താൽ, റിയാലോ ദിർഹമോ ദീനാറോ കൊടുത്താൽ അത് മതിയാവുകയില്ല എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപൂർവം ചില ആളുകൾ, ആധുനികരായ ചില ആളുകൾ പാവങ്ങൾക്ക് ഏറ്റവും ഉപകാരം പൈസ കിട്ടലാണ് എന്നൊക്കെ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും ശർഈയായി അള്ളാഹും റസൂലും പഠിപ്പിച്ചത് അങ്ങനെ തന്നെ നടപ്പിലാക്കലാണ് ഏറ്റവും ഉത്തമമായ കാര്യം. പാവപ്പെട്ടവർക്ക് ഏതാണ് ഏറ്റവും ഉപകാരമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാമല്ലോ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ കാണിച്ചു തന്നതിനെ മാറ്റുന്നത് ഒരിക്കലും തന്നെ നമുക്ക് ശരിയല്ല. ഇപ്പൊ ഗൾഫിലൊക്കെ സംഘടനകള് ഫിത്ർ സക്കാത്തിന്റെ പണം പിരിച്ച് റിലീഫ് നടത്തുകയും നാട്ടിൽ വരാൻ ടിക്കറ്റ് എടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. അതൊരിക്കലും ശരിയല്ല. ഖാലി ഇയാദ് പറഞ്ഞു, വലം യുജിദ് ആമത്തുൽ ഉലമായി ഇഖ്റാജൽ ഖീമത്തി ഫീ ദാലിക, പൊതുവെ പണ്ഡിതന്മാർ ആരും അനുവദിച്ചിട്ടില്ല ഭക്ഷണ സാധനത്തിന്റെ വില കൊടുക്കുക എന്നത്. വാജാസഹു അബു ഹനീഫ, അബു ഹനീഫ ഇമാമിന് മാത്രമാണ് ഈ വിഷയത്തിൽ ഒറ്റപ്പെട്ട ഒരഭിപ്രായമുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പണമായിട്ട് കൊടുക്കേണ്ടതില്ല, നമ്മൾ കൊടുക്കേണ്ടത് ഭക്ഷണ സാധനം തന്നെയാണ്. ഇനി കൊടുക്കേണ്ടത് ആർക്കാണ്? ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മുസ്ലിമീങ്ങളായ പാവപ്പെട്ടവർക്ക്. ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കി തുഹറത്തൽ ലിസ്വാഇമി, നോമ്പുകാരന് ശുദ്ധീകരണമായിക്കൊണ്ട്, മിനൽ ലഗ്വി വറഫസി, അനാവശ്യ കാര്യങ്ങളും അശ്ലീലങ്ങളും ഒക്കെ നോമ്പുകാലത്ത് അറിയാതെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിഞ്ഞു തന്നെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ശുദ്ധീകരണവും പരിഹാരവുമായിട്ട്, വതുഅമത്തൽ ലിൽ മസാകീൻ, പാവപ്പെട്ടവർക്ക് ഒരു ഭക്ഷണമായിക്കൊണ്ടും. അതുകൊണ്ട് പാവപ്പെട്ടവർക്കാണ് കൊടുക്കേണ്ടത്, മുസ്ലിം പാവപ്പെട്ടവർക്കാണ് നമ്മൾ ഇത് നൽകേണ്ടത്. കാരണം ഇത് ഫറളായ സക്കാത്താണ്. ഐച്ഛികമായ ദാനമാണെങ്കിൽ അത് അമുസ്ലിമിനും കൊടുക്കാമെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇനി 9ാമത്തെ വിഷയം, ആർക്കു വേണ്ടിയൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഒരു വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്ക് വേണ്ടിയും കുടുംബനാഥനാണ് കൊടുക്കേണ്ടത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് റിവായത്ത് വന്നിട്ടുണ്ട്, അന്നഹു കാന യുഅതി സദഖത്തുൽ ഫിത്ർ അൻ ജമീഇ അഹ്ലിഹി, തന്റെ കുടുംബത്തിൽ എല്ലാവർക്കും വേണ്ടിയും അദ്ദേഹം സദഖത്തുൽ ഫിത്ർ കൊടുക്കാറുണ്ടായിരുന്നു. സഗീരിഹിം വകബീരിഹിം അമ്മൻ യഊലു, തന്റെ കീഴിലുള്ള, തന്റെ ആശ്രയത്തിലുള്ള വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും വേണ്ടി. അപ്പോ കുട്ടികളും ഭാര്യയും ഭർത്താവും മുടങ്ങുന്ന കുടുംബത്തിൽ എല്ലാ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയും മൊത്തത്തിൽ ഓരോ സാഅ് വീതം കൊടുക്കേണ്ടതുണ്ട്. കുടുംബനാഥൻ വിദേശത്തും ആശ്രിതരായ കുടുംബ നാട്ടിലുമാണെങ്കിൽ കുടുംബനാഥൻ അവിടെ എവിടെയാണോ താമസിക്കുന്നത് അവിടെ കൊടുക്കുകയും ആശ്രിതർക്കുള്ളത് ഇവിടെ കൊടുക്കുകയുമാണ് ശരിയായ രീതി. പിന്നെ വേറെ ഒന്ന്, എവിടെയാണ് കൊടുക്കേണ്ടത്? ഒരാൾ എവിടെയാണ് മാസം അവസാനിക്കുന്ന സമയത്തുള്ളത് അവിടെയാണ് കൊടുക്കേണ്ടത്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, ഫസദഖത്തുൽ ഫിത്ർ ലഹാ മകാനുൻ തുഖ്റജു ഫീഹി വഹുവൽ ബലദുല്ലദി യുവാഫി തമാമ അശ്ശഹരി വൽ മുസ്ലിമു ഫീഹി, മാസം അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു മുസ്ലിം എവിടെയാണുള്ളത് ആ നാട്ടിലാണ് കൊടുക്കേണ്ടത്. അവിടെ അതിന്റെ അവകാശികൾ പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കാണിത് കൊടുക്കേണ്ടത് എന്ന് ഷെയ്ഖ് അവറുകൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഒരു സ്ഥലത്ത് അവകാശികൾ ഇല്ലെങ്കിൽ തൊട്ടടുത്ത സ്ഥലത്തേക്ക് അത് നീക്കുന്നതിന് വിരോധമില്ലെന്നും ഉലമാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇത് സംബന്ധമായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് സകാത്തുൽ ഫിത്റിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നോമ്പുകാലത്ത് നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങൾക്കുള്ള പരിഹാരമാണ് അനാവശ്യ വാക്കുകളോ പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ സ്ത്രീ സല്ലാപമോ മറ്റോ നമ്മിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാമുള്ളൊരു പരിഹാരവും. അതേസമയം പാവപ്പെട്ടവൻ ഒരിക്കലും തന്നെ പെരുന്നാൾ ദിവസം ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടരുത് എന്നതുമാണ് ഇസ്ലാം ഇത് നിർബന്ധമാക്കിയതിന് പിന്നിലുള്ള യുക്തി എന്ന് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഫറലാക്കിയ ഈ ഫറലായ ദാനം ആരും വിട്ടുപോകാതെ നൽകണമെന്ന് പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ നോമ്പും നമ്മുടെ പുണ്യകർമ്മങ്ങളും ഈ മാസത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അറിവില്ലാതെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈ അവസാനത്തെ 10 ബാക്കിയുള്ള ദിനങ്ങൾ നല്ലവണ്ണം മുതലെടുത്തുകൊണ്ട് പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ഇതുവരെ പുണ്യകർമ്മം ചെയ്യാൻ സാധിച്ചതിന് അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുക. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. وآخر دعوانا أن الحمد لله رب العالمين.